നമ്മുടെ വെറൈറ്റി വീഡിയോയിൽ മസ്തി വിത്ത് മസ്താനിയിൽ ഞങ്ങൾ നിങ്ങളുടെയൊക്കെ ആഗ്രഹപ്രകാരം നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള വൃന്ദേനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലച്ചെല്ലവുമായി ചിത്ര ചേച്ചിയുടെ അതേ സൗണ്ട് എന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. ചിത്രാമ്മയുടെ സൗണ്ട് എന്നുള്ളത് എനിക്കൊരിക്കലും അത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷെ എൻ്റെ ഒരു സൗണ്ട് എന്നുള്ളതിൽ എനിക്കൊരു വൃന്ദയുടെ സൗണ്ട് എന്നുള്ള രീതിയിൽ ആൾക്കാർ ഐഡന്റിറ്റി അങ്ങനെ വേണമെന്ന് എനിക്കുണ്ട്. ആരോ പഞ്ഞിക്കാലടിയാലി പമ്മിയകത്തണയേ കാലം കാത്തുവച്ച പണയങ്ങൾ നീയുമെടുത്തണിയേ ഉള്ളിൽ കുഞ്ഞു കരിക്കാടി തുള്ളണില്ലേ. അങ്ങനെ സ്വരങ്ങളൊക്കെയുള്ള പാട്ടില്ലേ, മേരെ ഡോൾനാസിന്റെ പോലത്തെ പാട്ടാണെങ്കിൽ ഞാൻ ബ്രെയിൽ ലിപിയിൽ എഴുതി കേട്ടിട്ട് അതിൻ്റെ സ്വരങ്ങൾ മനസ്സിലാവാത്ത സമയത്ത് ഞാൻ യൂട്യൂബിൽ പ്ലേ ബാക്ക് സ്പീഡ് ഒരു നോർമലിലും താഴെ ഇട്ടിട്ട് സ്വരങ്ങൾ മനസ്സിലാക്കി ബ്രെയിൽ ലിപിയിൽ എഴുതിയെടുത്തിട്ട് പഠിച്ചു. ധനി സഗ സനി ധനി സനി ധനി ദ പ മഗ മദനി സ ധനി ദ മഗ മഗരി സനി ധനി സഗ മദനി സനി ദ പ മഗ മഗരി സഗ മദനി സനി ദ പ മഗ മഗരി സനി ദ ധനി നി സ സഗ ഗനി നി സ സഗ ഗ മ സ സഗ ഗ മ മദ ദ ഗ ഗ മ മദ ധനി മ മദ ധനി നി സ സ ദ ധനി നി സ സഗ മേരെ ഢോലനാ സുൻ. എന്താ ശരിക്കും അപ്പോ ജന്മന കണ്ണ് ഇല്ല. അപ്പോൾ ഡോക്ടറൊക്കെ കാണിച്ചു, മദ്രാസൊക്കെ കാണിച്ചു. അപ്പോൾ കൃഷ്ണമണി ഇല്ല കണ്ണിൽ, ഞരമ്പിൻ്റെ തകരാറ് കൊണ്ട് അത് കണ്ണ് മാറ്റി വെക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഒരു നെഗറ്റീവ് കമന്റ് ഇല്ലാത്തൊരു കമന്റ് ബോക്സ് ആ വൃന്ദയുടെ. എല്ലാവരും പ്രാർത്ഥനകളും ആശംസകളും ഐശ്വര്യങ്ങളൊക്കെയാണ് വൃന്ദക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. സപ്പോർട്ടീവായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്നത്, അല്ലാതെ ഇങ്ങനെ സിമ്പതറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ച് അല്ല നമുക്ക് ശരിക്കും വേണ്ടത്. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633888575. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ ഏറ്റവും പുതിയ ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. എനിക്ക് ഈ ഇടയായിട്ട് ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻസ് വരുന്നതും മെൻഷൻ ചെയ്യുന്നതൊക്കെ ആയിട്ട് ഒരു പേരുണ്ട്. കുറേ റീൽസിൽ എന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറേ പേര് എനിക്ക് പേഴ്സണലി എൻ്റെ ഇൻബോക്സ് തുറക്കുന്ന സമയത്ത് ഈ ഒരു കുട്ടിയുടെ വീഡിയോസാണ് എനിക്ക് അയച്ചു തരുന്നത്. എന്നിട്ട് എന്നോട് പറയാണ് നിങ്ങൾ ഇവർ ഇൻ്റർവ്യൂ ചെയ്യണം എന്ന്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് കണ്ടും പിന്നെ ആളുടെ വീഡിയോസ് ഓൾറെഡി വൈറലാണല്ലോ, എല്ലാം കൂടെ കണ്ടിട്ടും ഫൈനലി നമ്മുടെ വെറൈറ്റി വീഡിയോയിൽ മസ്തി വിത്ത് മസ്താനിയിൽ ഞങ്ങൾ നിങ്ങളുടെയൊക്കെ ആഗ്രഹപ്രകാരം നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള വൃന്ദേനെ കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ഹായ്, വെൽക്കം. ഞാൻ ആക്ച്വലി തള്ളിയതല്ല കേട്ടോ, എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് വൃന്ദേനെ ഇൻ്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യാനാണ് അല്ലേ? അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ആൾ ആക്ച്വലി നല്ല ബിസിയാണ് അല്ലേ? ഫുള്ള് ഇന്റർവ്യൂസും ചാനൽ പരിപാടികളൊക്കെ ഇട്ട് ഫുൾ ബിസിയാണ്. ഈ തിരക്കിന്റെ ഇടയിൽ നമ്മുടെ അടുത്തേക്കും കൂടെ വന്നു. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ഇപ്പൊ വൈറലായതിനു ശേഷം കുറച്ച് ശ്രദ്ധ, ഇൻസ്റ്റഗ്രാം ഒക്കെ തുടങ്ങിയതിന് ശേഷം കുറച്ച് ഇങ്ങനെ പോകുമ്പോ റോഡിലൊക്കെ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അറിയുന്നുണ്ട് പുറത്ത് പോകുമ്പോ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറേ മുന്നേ ഒരു ഇന്റർവ്യൂ കൊടുത്ത് വൈറലായിട്ടുണ്ട് അല്ലേ? ഒരു ചെറുപ്പത്തില് ഒരു ഇന്ത്യ വിഷനില് ചെടിയൊക്കെ വെക്കുന്നേ. ഞാൻ ആ വീഡിയോ നമ്മുടെ വ്യൂവേഴ്സിനൊന്ന് കാണിച്ചു കൊടുക്കാം. എനിക്ക് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോളൂ. ഇതായിരുന്നു വീഡിയോ. മഴയെല്ലാം കിട്ടും, ഓക്സിജൻ എല്ലാം കിട്ടും, ശുദ്ധവായു ശ്വസിക്കാൻ പറ്റും. കുഞ്ഞൊരു ക്ലിപ്പാ. അതായിരുന്നു ഫസ്റ്റ് അതെ മീഡിയയിൽ വന്നത്. മീഡിയയിൽ അല്ല, അതിന് മുമ്പ് ഞാൻ അംഗൻവാടിയിൽ പഠിക്കുമ്പോ ഒരു സാധനം വന്നിട്ടുണ്ട്. വലിയ പുള്ളിയാ, പണ്ടേ തുടങ്ങിയതാ. ഓക്കെ, ഇപ്പൊ ഏത് പാട്ട് പാടി? കാരണം ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ അൽഗോരിതം വർക്ക് ചെയ്യുമ്പോൾ കുറേ വീഡിയോസ് വരും നമ്മുടെ. അതിന് വൃന്ദയുടെ വരുന്ന വീഡിയോസ് ഒക്കെ വൈറലാണ്, എല്ലാത്തിനും നല്ല വ്യൂസും ലൈക്സും ഉണ്ട്. എന്നാൽ ഏറ്റവും ആദ്യം വൈറലായത് ഏത് പാട്ടായിരുന്നു? ഏറ്റവും ആദ്യം വൈറലായത് നമ്മുടെ പപ്പയുടെ സ്വന്തം അപ്പോസ് എന്ന് പറയുന്ന സിനിമയിലെ ഓലത്തുമ്പത്തിരുന്നു ഏലാട് എന്നുള്ള പാട്ടായിരുന്നു.
നമുക്കന്ന് ആ പാട്ട് കേട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാല്ലേ. നല്ലൊരു പാട്ടുകാരിനെ കിട്ടിയിട്ട് നമ്മൾ പാട്ട് പാടിച്ചില്ലെങ്കിൽ മോശം. പാടോ? ആ പാടാം. കുരുന്നു ചുണ്ടിലോ പരന്ന പാൽമണം, വയമ്പു നാവിലോ നുറുങ്ങു കുഞ്ചലും, നുറുങ്ങു കുഞ്ചലിൽ നിറഞ്ഞൊരമ്മയും, ഒരമ്മ തന്മനം കുളിർന്ന ഹാസവും, ആനന്ദത്തേനിമ്പത്തേരിൽ ഞാനീ മാനത്തോടങ്ങിങ്ങൊന്നോടിക്കോട്ടെ, ഓലത്തത്തെ ഞാനും നിന്നോടൊപ്പം ചാഞ്ചക്കം ചാഞ്ചക്കം ചാടിക്കോട്ടെ, പൂങ്കവിൽ കിളുന്നിൽ ഞാൻ ചാന്തു കൊണ്ടു ചാർത്തിടാം, എന്നുണ്ണിക്കിൻ ചൊല്ലും കണ്ണും കൊണ്ടാപത്തു നീറ്റിടാതിടാൻ, ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എൻ്റെ ബാലഗോപാലനെ എന്നതെത്തിക്കുമ്പം പാടടി. നല്ല സൗണ്ടോ. താങ്ക് യു. കുറേ കമന്റ്സ് വരുന്നുണ്ട് അല്ലേ, ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വോയിസ് ആണെന്ന്. ഞാൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പക്ഷെ നേരിട്ട് കേൾക്കുമ്പോൾ നല്ല സൗണ്ടാ, അടിപൊളി, നല്ല രസമുണ്ട് പാടുന്ന കേൾക്കാൻ വേണ്ടിട്ട്. അതാണ് ഫാൻസ് ആയതൊക്കെ. എപ്പോ മുതലാ പാട്ടൊക്കെ പാടാൻ തുടങ്ങി? കുഞ്ഞിലേ പാടുമായിരുന്നു? കുഞ്ഞിലേ പാടുമായിരുന്നു. ആരാ ആദ്യം തിരിച്ചറിഞ്ഞേ? ആദ്യം തിരിച്ചറിഞ്ഞത് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ പാടലുണ്ടായിനി. പിന്നെ പ്രോഗ്രാമിനൊക്കെ പോകാൻ തുടങ്ങിയത് എൻ്റെ സാറ്. ഞാൻ 1 മുതൽ 7 വരെ കാസർഗോഡ് സർക്കാർ അന്ധവിദ്യാലയത്തിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഞങ്ങളെ മ്യൂസിക് പഠിപ്പിക്കുന്ന കാഞ്ഞങ്ങാട് TP ശ്രീനിവാസൻ സാറുണ്ട്. സാറാണപ്പോൾ ഞങ്ങളെ സാറ് ഞങ്ങൾക്ക് മറ്റെല്ലാ വിഷയങ്ങളും പോലെ മ്യൂസിക്കിനും സ്പെഷ്യലായിട്ട് ഒരു അവർ ഉണ്ട് എല്ലാ ദിവസവും. പിന്നെ ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച സാറ് ഞങ്ങൾക്ക് ഉച്ചക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ തരുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പാടും എന്നുള്ള പാട്ട് പാടാൻ പറ്റും. അങ്ങനെ സാറ് സംഘഗാനം, ദേശഭക്തി ഗാനം, അങ്ങനെ യുവജനോത്സവങ്ങളിലൊക്കെ ഞങ്ങളെ പങ്കെടുപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് അപ്പോൾ പാടുന്നു മനസ്സിലായത്. ഓക്കെ. വീട്ടിലൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ സാറാണോ പറഞ്ഞത് വൃന്ദ നന്നായിട്ട് പാടും? ചെറുതിലെ പാട്ട് കേൾക്കുമ്പോൾ എനിക്കത് ആസ്വദിക്കാനും, പിന്നെ ഞാനൊക്കെ ഒരിക്കൽ 2 പ്രാവശ്യം കേട്ട പാട് അത് വേഗം പഠിക്കലുണ്ട് എന്ന് എന്നോട് അമ്മയെല്ലാം പറയലുണ്ട്, ബൈഹാർട്ടാക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ അംഗൻവാടി ടീച്ചറാണ് ആദ്യമായിട്ട് എന്നെ ഒരു സ്റ്റേജിൽ കയറ്റിയത്. ഞാനൊരു മീഡിയയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ ആദ്യം, അതൊരു ആക്ഷൻ സോങ് ആയിരുന്നു. അപ്പം എനിക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് തന്നെ ടീച്ചർ കൈ കൊണ്ട് പിടിച്ച് കാണിച്ചു തന്നിട്ട് ആക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ 3 വയസ്സിൽ സ്റ്റേജിൽ കയറി പാടിയതാണ്. അതായിരുന്നു ആദ്യം മീഡിയയിൽ വന്നത്. അതേത് പാട്ടാ പാടിയേ? അതിപ്പോ എനിക്ക് പാട്ട് ഓർമ്മയില്ല. ഞാൻ ആദ്യം പാടിയ പാട്ട് നമ്മൾ മറക്കാൻ പാടില്ല. അമ്മയ്ക്ക് ഓർമ്മയുണ്ട്, അമ്മ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അതെന്തോ ഒരു ചെണ്ട കൊട്ടി വരുന്നുണ്ടല്ലോ കുമ്മാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പാട്ടായിരുന്നു. ഓക്കെ, അതായിരുന്നു അപ്പൊ ഫസ്റ്റ് പാടിയത്. അതെ അതെ. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വൈറലായത് പൊന്മാനിലെ പാട്ട് പാടിയിട്ടാണ് അല്ലേ? ചിത്ര ചേച്ചിയുടെ അതേ സൗണ്ട് എന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. എന്താ അങ്ങനെ കേൾക്കുമ്പോ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാല് അങ്ങനെ കേൾക്കാൻ പറ്റുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാല് ചിത്രാമ്മയുടെ സൗണ്ട് എന്നുള്ളത് എനിക്കൊരിക്കലും അത് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷെ എൻ്റെ ഒരു സൗണ്ട് എന്നുള്ളതിൽ എനിക്കൊരു വൃന്ദയുടെ സൗണ്ട് എന്നുള്ള രീതിയിൽ ആൾക്കാർ ഐഡന്റിറ്റി അങ്ങനെ വേണമെന്ന് എനിക്കുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ ആ ഒരു സോങ് ചിത്രശേഷി പാടിയത് അതേപോലെ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ ഒറിജിനൽ ഏതാന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ വൈറലായിപ്പോയി ആ സോങ് അല്ലേ? അതിന്റെ സംഗീത സംവിധായകനായിരുന്നു കോണ്ടാക്ട് ചെയ്തത്. കമന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇൻബോക്സിൽ മെസ്സേജ് ചെയ്തു. പിന്നെ എറണാകുളം വന്നപ്പോൾ സാറ് പറഞ്ഞു എറണാകുളം ഞാനിങ്ങനെ ഒരു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു എറണാകുളം വന്നാല് വിളിക്ക് പറഞ്ഞു. എന്നിട്ട് ഞാൻ മുമ്പത്തെ ദിവസം വിളിച്ചിട്ട് സാറ് കാണാൻ വന്നു. ഞങ്ങൾ ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ കണ്ടു. പിന്നെ എന്തൊക്കെയാണ് ടിവിയിലൊക്കെ പോയെന്ന് കേട്ടല്ലോ? ഫ്ലവേഴ്സ് ടിവിയിൽ ഇതിപ്പോ ഇന്നലത്തെയും കൂടി 3ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. പിന്നെ അമൃത ടിവിയിൽ 1 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ വൈറലായ സോങ് ഒന്ന് നേരിട്ട് കേൾക്കണം അല്ലേ? പൊന്മാനല്ലേ? പടം.
നെഞ്ചിൽ പണ്ടേ നോവായി വിന്തത് തുന്നിക്കൊണ്ടേ ഈ കണ്ണിൽ മുത്തി നീര് പതുക്കനെ ഒപ്പിക്കൊണ്ടേ ആരോ പഞ്ഞിക്കാലടിയാലെ പമ്മിയകത്തണയേ കാലം കാത്തുവച്ച പണയങ്ങൾ നീയുമെടുത്തണിയേ ഉള്ളിൽ കുഞ്ഞു കരിക്കാടി തുള്ളണില്ലേ അയ്യോ കറക്റ്റ് കേട്ടോ. ഞാനിങ്ങനെ വൃന്ദയുടെ ഫേസിൽ നോക്കാതെ ഞാൻ കേട്ട് നോക്കുമായിരുന്നു. കറക്റ്റ് നമുക്ക് അത് ആൾക്കാർ പറയുന്നതിലും കാര്യമില്ലാതെ ഇല്ല കേട്ടോ, ശരിക്കും ഫീൽ ഉണ്ട്. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് ഒന്നും ഇല്ലാണ്ട് ലിറിക്സ് മാത്രം കേൾക്കുമ്പോൾ ശരിക്കും നല്ല സാമ്യമുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ഈ പാട്ടുകാരെ കിട്ടുന്ന സമയത്ത് കുറേ പാടാൻ പറയില്ലേ ആൾക്കാർ? ഓ എങ്ങനെ? അതായത് ഇപ്പൊ വൃന്ദ പാട്ടുന്ന കുട്ടിയാണല്ലോ, അപ്പൊ ഇങ്ങനെ വൃന്ദേനെ കാണുമ്പോ ഇങ്ങനെ ആൾക്കാർ പറയില്ലേ വൃന്ദ പാട്ട് പാടുന്നൊക്കെ? പാട്ട് പാടാൻ പറയലുണ്ട്. അങ്ങനെ എത്ര പാട്ടുകൾ പാടിക്കാറുണ്ട് ആൾക്കാര്? അങ്ങനെ എന്റെ കോളേജിലൊക്കെ ഏതെങ്കിലും ട്രെൻഡിങ്ങിലെല്ലാം ഏതെങ്കിലും പാട്ട് വന്നാൽ ആ പാട്ടൊന്ന് പാടിത്തരും. അത് ചില കുട്ടികളൊക്കെ പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്ക് അതൊന്ന് റീൽസ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാടിപ്പിക്കല്. ഓക്കെ. അപ്പൊ എന്താ ഇപ്പൊ ചെയ്യുന്നേ? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു, ഇനി BEd ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. എന്താ BEd എടുക്കാനുള്ള റീസൺ? അത് ടീച്ചിങ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനാണ്, അതുകൊണ്ട് ടീച്ചർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. ടീച്ചിങ് ആണ് കൂടുതൽ ഇഷ്ടം? അതെ. ഏത് ക്ലാസ്സിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടം? ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആണ് എനിക്ക്. പക്ഷെ ഇതൊരു പാവം ടീച്ചർ ആയിരിക്കുമല്ലോ. എങ്ങനെ ഈ ടീച്ചർ പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ ചൂടാവാനൊക്കെ പറ്റണം. പക്ഷെ വൃന്ദനെ കണ്ടിട്ട് ഒരു പാവം കുട്ടീനെ പോലെ ഉണ്ട്. പാവം ടീച്ചർ ആയിരിക്കും. എനിക്കെല്ലാം എൻ്റെ ടീച്ചറുണ്ട്, എൻ്റെ ഒരു ഒന്ന് രണ്ടല്ല, ഒരു കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് എനിക്ക് അങ്ങനെ. അതായത് എനിക്ക് എന്തും പറയാൻ പറ്റുന്ന, എനിക്ക് എത്ര ഫ്രീ ആയിട്ട് വേണമെങ്കിലും, ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു പേടി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു ടീച്ചർ ആവാനാണ് എനിക്ക് ആഗ്രഹം. എന്റെ ടീച്ചറെ പോലെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങി അങ്ങനെയൊക്കെ ഒരു ടീച്ചറിനോട് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഇഷ്ടം തോന്നൂല. അങ്ങനെ നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ടീച്ചേഴ്സ് ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ ഇൻസ്റ്റയിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ തന്നെയാ ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന അമ്മയാണോ? വീഡിയോ എടുക്കുന്നത് അമ്മയാണ്, ബാക്കിയൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. വോയിസ് ഓവർ ഒക്കെ കൊടുക്കും? അതെ, വോയിസ് ഓവർ. എങ്ങനെ ഇപ്പൊ ലിറിക്സ് ഒക്കെ പഠിക്കുന്നത്? ഇങ്ങനെ കേട്ട് പഠിക്കും? കേട്ട് പഠിക്കും. അത് ഇങ്ങനെ സ്വരങ്ങളൊക്കെയുള്ള പാട്ടില്ലേ, മേരെ ഡോൾ നാ സുൻ പോലത്തെ പാട്ടാണെങ്കിൽ ഞാൻ ബ്രെയിൽ ലിപിയിൽ എഴുതി കേട്ടിട്ട് അതിന്റെ സ്വരങ്ങൾ മനസ്സിലാവാത്ത സമയത്ത് ഞാൻ യൂട്യൂബിൽ പ്ലേബാക്ക് സ്പീഡ് ഒരു നോർമലിലും താഴെ ഇട്ടിട്ട് സ്വരങ്ങൾ മനസ്സിലാക്കി ബ്രെയിൽ ലിപിയിൽ എഴുതിയെടുത്തിട്ട് പഠിക്കും. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ബ്രെയിൻ ലിപിയാണ്? ബ്രെയിൽ ലിപി. ഓക്കെ. അത് എന്താ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതായത് നിങ്ങളിപ്പോ എഴുതുന്നത് വലതുനിന്ന് ഇടതുവശത്തേക്കല്ലേ എഴുതുന്നത്? എന്നിട്ട് വലതുനിന്ന് ഇടതുവശത്തേക്ക് വായിക്കും. നമ്മുടെ ലിപി എന്ന് വെച്ചാല് എഴുതുമ്പോ വലതുനിന്ന് ഇടതുവശത്തേക്ക് എഴുതും. അതായത് ഒരു ബ്രെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെന്റ്, ഒരു ഉപകരണം ഉണ്ട്. അതെന്ന് വെച്ചാല് അതിങ്ങനെ തുറന്നിട്ട് അതിൽ പേപ്പർ വെച്ചിട്ട് ഒരു ബ്രെയിലില് ടൈപ്പ് റൈറ്റർ അല്ല, അത് വേറൊരു സംഭവം ഉണ്ട്. ഞാൻ ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് സാധാരണ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ബ്രെയിൽ ലിപിയാണ്. അതായത് ബ്രെയിലിന് കുറെ സെല്ലുകളുണ്ട്. ഇങ്ങനെ പോകുന്നത് സെല്ലുകളും താഴേക്ക് പോകുന്നത് വരികളുമാണ്. അങ്ങനെ ഓരോ സെല്ലിലും 6 ഡോട്ട്സ് ആണ് ഉള്ളത്. ഒരു വരിയിൽ 30 സെല്ലുകളാണ്. അപ്പോൾ 30 സെല്ലിലും 6 ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ 6 ഡോട്ട്സിൽ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ അക്ഷരങ്ങളും രൂപപ്പെടുന്നത്. ആ 6 ഡോട്ട്സ് പല പല പൊസിഷനിലും അങ്ങനെയൊക്കെ, ചിലപ്പോൾ അത് ചെരിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ നേരെ ആയിരിക്കും, ചിലപ്പോൾ 3 കുത്തായിരിക്കും, 3 കുത്ത് തന്നെ ചിലപ്പോൾ വേറെ മോഡൽ, അങ്ങനെയൊക്കെ. അപ്പോൾ 6 കുത്തിൽ തന്നെയാണ് നമ്മളെല്ലാ അക്ഷരങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെ എഴുതി കഴിഞ്ഞ് പേപ്പർ തിരിച്ചു വെച്ച് വലതുനിന്ന് ഇടതോട്ട് എഴുതിയ സാധനം ഇടതുനിന്ന് വലതേക്ക് വായിക്കും, തൊട്ട് വായിക്കും. അങ്ങനെ ഇതൊക്കെ അപ്പം ആരാ എഴുതി തരുന്നത്?
ഞാൻ തന്നെയാണ് എഴുതുന്നത്. അത് 1ാം ക്ലാസ് മുതൽ ഞാൻ 7ാം ക്ലാസ് വരെ പ്രാക്ടീസ് ചെയ്തോ? ബ്ലൈൻഡ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് ഞാൻ. അപ്പോൾ അവിടുത്തെ സാർമാർ ഞങ്ങളെ അത് പഠിപ്പിക്കും. ബ്രെയിൽ ലിപിയാണ് ആദ്യം പഠിപ്പിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഞാൻ കാസർഗോഡ് തന്നെ ബ്രെയിൽ, ഞങ്ങൾക്കൊരു കാഴ്ചയില്ലാത്ത എല്ലാവരെയും സാക്ഷരരാക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ഒരു ദീപ്തി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ട്. അപ്പോൾ അതിലെനിക്ക് ഞാനതിൻ്റെ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അതായത് ബ്രെയിൽ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിന് പോയിട്ട് എനിക്ക് റാങ്ക് 1 ഉണ്ടായിരുന്നു. ഓ അടിപൊളി. അങ്ങനെ ഞാനിപ്പോൾ ഇൻസ്ട്രക്ടറായിട്ട് ഞാൻ പോകുന്നുണ്ട് പഠിപ്പിക്കാൻ വേണ്ടി. ഓ വെറുതെ അല്ല ടീച്ചറാണോന്ന് പറഞ്ഞത് അല്ലേ? ഞാനേ അക്കൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ആയിട്ടൊരു പാട്ട് പാടി കൊടുക്കുന്നുണ്ടോ? അത് അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ഏത് അമ്മ മനസ്സ് തങ്കം? അതെ, അത് ഞാനിങ്ങനെ വെറുതെ അമ്മയോട് ഒരു റീൽസ് ചെയ്യാന്ന് മാത്രം പറഞ്ഞിട്ട് അടുത്ത് കൊണ്ട് നിർത്തിയതാ. എന്നിട്ട് അങ്ങനെ പാടിയത്. എന്നാ ആ പാട്ടൊന്ന് പാടാം. അമ്മയ്ക്ക് തന്നെ ആയിക്കോട്ടെ. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹക്കടലിലെന്നും ചിപ്പി വിളയുമല്ലോ, കരുണതൻ മുത്തു പൊഴിയുമല്ലോ. ഓണനിലാവല്ലേ അമ്മ എന്നും നന്മ മലരല്ലേ, ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി, ഇന്നും പൊന്നുണ്ണി. തങ്ക മനസ്സ് അമ്മ മനസ്സ്, മുറ്റത്തെ തുളസി പോലെ. അടിപൊളി. ഓക്കെ, നമുക്ക് എന്നാലും നമ്മുടെ നരിവേട്ടയിൽ ആ പാട്ടും കൂടെ ഒന്ന് കേൾക്കാം. ഈറൻമുടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ്, കണ്ണാടിപ്പുഴയിലെ പൂന്തിരകൾ. നാമല്ലോ തീരത്തെ ഓളങ്ങൾ, തീരാത്ത ദാഹത്തിൻ താളങ്ങൾ. കുഴപ്പമില്ല. പാരിതിലായി പോയിടാം പിന്നല പോലൊഴുകിടാം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. അടിപൊളി. വൃന്ദ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര നാളായിട്ട് പഠിക്കുന്നുണ്ട്? 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഒരു വർഷം. എന്നാലും പഠിക്കുന്നുണ്ട്. അപ്പൊ തൊട്ട് 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്. ഫേവറേറ്റ് സോങ് ഏതാ? അപ്പൊ ഫേവറേറ്റ് സോങ് അങ്ങനെ ചോദിച്ചാൽ ഒരു പാട്ടായിട്ട് പറയാൻ മാറിക്കൊണ്ടിരിക്കും അല്ലേ? അത് ഓരോ മൂഡിൽ നമുക്ക് ഓരോ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ ഭയങ്കര ബസ്സിലൊക്കെ പോകുമ്പോൾ വിൻഡോ സീറ്റിൽ ഇരുന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ പാട്ടുണ്ട്. ഒരു നറു പുഷ്പമായി, അങ്ങനത്തെ ഒക്കെ. അതല്ലാത്തപ്പോൾ നമുക്ക് ഓരോ മൂഡിനനുസരിച്ച് ഓരോ പാട്ടുകൾ കേൾക്കാൻ തോന്നും. ഓക്കെ, നമുക്ക് എന്നാ അമ്മേനെയും കൂടി ഇരുത്താം കുറച്ചു നേരം. ഇരുത്താം. ഓക്കെ, അപ്പൊ നമ്മുടെ വൃന്ദക്കുട്ടിയുടെ ബിന്ദു അമ്മ ഇപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഒക്കെ എടുത്തു തരുന്ന ആൾ അമ്മയാണ് അല്ലെ? എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ഒരാൾ അമ്മയാണ്. അപ്പൊ അമ്മ ഇനി പറ, അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? പറ, എന്താ ഫീൽ ചെയ്യുന്നേ? അമ്മക്ക് എന്താ ഇത്ര നാണം? മോൾ ഇത്ര വൈറലായ ഒരു കുട്ടിയുടെ അമ്മയാണ്, ഇത്ര നാണം. അമ്മക്ക് ചിലപ്പോൾ വർത്താനം പറയും നമ്മളെ കാസർഗോഡ് സ്ലാങ് വരും. കുഴപ്പമില്ല, നല്ല കാസർഗോഡ് സ്ലാങ് കേൾക്കാനാണ് ഞങ്ങള് വെയിറ്റ് ചെയ്യുന്നത്. വൃന്ദക്ക് കുറവാ. ഞാനിങ്ങനെ പറഞ്ഞ് ഇത് ശീലായി തോന്നിപ്പോ. എന്നാലും ഇടക്ക് വരും. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ സാധാരണ നീലേശ്വരം ഭാഷ തന്നെ പറയൂലേ, നമ്മുടെ കാവ്യമാധവന്റെ ഒക്കെ. ഓക്കെ, എന്നാ അമ്മ കാസർഗോഡ് ഭാഷ പറഞ്ഞു, കുഴപ്പമില്ല. മോള് കാരണം നമുക്കിപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ഇപ്പോൾ ഫ്ലവേഴ്സിലും അങ്ങനെ
ഈ ഒരു സ്റ്റുഡിയോയിലും ഇപ്പൊ ഇങ്ങനത്തെ വലിയൊരു സ്റ്റുഡിയോ നമ്മളെ എക്സ്പെക്ടേഷനിൽ ഇല്ല അപ്പൊ ഇങ്ങനെ വരുന്നെന്ന് പറയുമ്പോ അത് വലിയൊരു പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. എന്നാലും അമ്മയ്ക്ക് നാണോ ഇങ്ങനെ ഒരു നിലയിലെത്തുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചേ ഇല്ല. മോള പ്രസവിച്ച സമയത്ത് മാനസികമായിട്ട് വളരെ വിഷമത്തിലായിരുന്നു. എന്താ ശരിക്കും അപ്പോ ജന്മന കണ്ണ് ഇല്ല. അപ്പോൾ ഡോക്ടറൊക്കെ കാണിച്ചു, മദ്രാസൊക്കെ കാണിച്ചു. അപ്പോൾ കൃഷ്ണമണി ഇല്ല കണ്ണില്, ഞരമ്പിന്റെ തകരാറ് കൊണ്ട് അത് കണ്ണ് മാറ്റി വെക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത്. വേറെ ചികിത്സ ഒന്നുമില്ല. ഓ ഓക്കെ. പക്ഷെ എന്താ നമ്മുടെ ശബ്ദമാണ് അവളുടെ വെളിച്ചല്ലേ? വഴി കാട്ടുന്ന നടക്കുന്ന വഴിയിലൊക്കെ വെളിച്ചായിട്ട് ശബ്ദം കൂടെ ഉണ്ട്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ആ ശബ്ദത്തിന്റെ വെളിച്ചത്തിൽ ഇപ്പൊ ഇത്രയും ദൂരം മുന്നോട്ട് വന്നു. ഇനി എത്ര ദൂരം പോവാൻ കിടക്കുന്നു അല്ലേ? ആ ഒരു കുറവുള്ള പാട്ടിലൂടെ നമ്മൾ സത്യം അതാ ഞാൻ പറഞ്ഞേ, ആ പാട്ടാണ് ഇവളുടെ ജീവിതത്തിലെ വെളിച്ചം. പിന്നെ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുള്ളതാ അല്ലേ? അതെ അതെ. പാട്ട് മാത്രല്ല, കാഴ്ച ഇല്ലെങ്കിലും ഇപ്പൊ എനിക്ക് ഞാനിപ്പോ ഫോണിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ അടുക്കളയിൽ ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യലുണ്ട്. തുണി അരക്കല്, പിന്നെ പച്ചക്കറി അരിയല്, കല്ലിൽ അരക്കല്, അങ്ങനത്തെ കാര്യം. അപ്പൊ പാട്ട് മാത്രല്ല, കാഴ്ച ഇല്ലെങ്കിലും ഒരു കാഴ്ച ഉള്ളവരെങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ എനിക്ക് എന്റെ ഏകദേശം കാര്യങ്ങളും അതുപോലെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതന്നെ വലിയ കാര്യം. സത്യം കേട്ടോ. ഞാൻ നോക്കുമ്പോ നല്ല സ്മാർട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. വേറെ ഒരു ടെൻഷൻസ് കാര്യങ്ങളും ഒന്നുമില്ല. അവ എന്നും ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ കണ്ടു, അമ്മയ്ക്ക് പാട്ട് പാടി കൊടുക്കുന്നത്. ഓൾറെഡി വൃന്ദക്കുട്ടി പാട്ട് പാടി, ഒറ്റയ്ക്കും ആ പാട്ട് പാടി. പക്ഷെ അമ്മയുടെ കൂടെയും കൂടി നമുക്കൊന്ന് കേൾക്കാം. അമ്മയ്ക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാം. എല്ലാ അമ്മമാർക്കും ആയിക്കോട്ടെ. അതെ അതെ. ഇത് കേൾക്കുന്ന എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാ അമ്മമാർക്കും കൂടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യനുദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യനുദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹക്കടലിലെന്നും ചിപ്പി വിളയുമല്ലോ, കരുണ തൻ മുത്തുപൊഴിയുമല്ലോ. ഓണനിലാവല്ലേ അമ്മ എന്നും നന്മ മലരല്ലേ, ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി, ഇന്നും പൊന്നുണ്ണി. തങ്ക മനസ്സ് അമ്മ മനസ്സ്, മുറ്റത്തെ തുളസി പോലെ. കൊറേ പാട്ട് അമ്മയ്ക്ക് പാടിക്കൊടുക്കാറുണ്ടോ? പാടിക്കൊടുക്കലുണ്ട്. അമ്മ ചോദിക്കാറുണ്ട് എനിക്ക് ഈ പാട്ട് പാടിത്തരൂന്ന്? അമ്മ അങ്ങനെ ചോദിക്കലില്ല. ബസ്സിലെല്ലാം പാട്ട് കേൾക്കുമ്പോ അമ്മ ഈ പാട്ട് നീ പഠിക്കണം കേട്ടോ, എന്നിട്ട് നമുക്ക് റീൽസ് ചെയ്യാം അങ്ങനെ പറയും. അമ്മക്ക് ഇഷ്ടമാണല്ലേ വീഡിയോസ് ഒക്കെ എടുത്തു കൊടുക്കാൻ? നമ്മളുണ്ടല്ലോ, നമ്മളിപ്പോ ലൈഫിൽ ഇപ്പൊ എന്തെങ്കിലും മോശം അവസ്ഥയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ആൾക്കാരിപ്പോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഇപ്പൊ കുറെ ആൾക്കാർ നമ്മളെ നെഗറ്റീവ് പറയും, പിന്തിരിപ്പിക്കാൻ നോക്കും, കുറെ പുച്ഛിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇപ്പോ അങ്ങനെ നിങ്ങളുടെ ലൈഫിലും ചിലപ്പോൾ അങ്ങനെ കുത്തി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായി കാണും. പക്ഷെ ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോ അവരുടെയൊക്കെ വായടപ്പിച്ചൊരു ലെവലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ചെറുതിലെ ഞാൻ ഇവളെല്ലായിടത്തും കാണുന്നില്ല എന്നുള്ളൊരു ഇത് കൊണ്ട് ഞാൻ അടി കൊണ്ടുപോകും. അതൊക്കെയല്ല എല്ലായിടത്തും കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ കല്യാണത്തിന് മുമ്പ് ഒരുപാട് ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അവരിങ്ങനെ ആരും കണ്ടാലിങ്ങനെ പറയും, ആ കുഞ്ഞിക്ക് കണ്ണില്ല, അപ്പോൾ നോക്കറോ. അപ്പോൾ മറ്റാളോട് വിളിച്ച് പറയും. അപ്പോൾ അവരെല്ലാവരും കൂടെ അടുത്ത് വരും. എന്നിട്ട് ഇങ്ങനെ കുഞ്ഞിന്റെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കും, ഇത് ശരിയാവൂലേ നിങ്ങൾ പിന്നെ കുടുംബത്തിൽ ശരിയാവൂലെന്നല്ല, അത് ചോദിച്ചാൽ കുഴപ്പമില്ല. അത് ഇവര് ചോദിക്കുന്ന എങ്ങനെയാ വെച്ചാല്, ഇവള് ഒറ്റക്ക് കുളിക്കോ, വർത്താനം പറയോ. ചിലപ്പോ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും വർത്താനം പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പാട്ട് പാടുന്നത് കണ്ടിന്യൂ പറഞ്ഞവർ തന്നെ പറയും വർത്താനം പറയുമോ നോക്കി. വർത്താനം പറയാൻ പറ്റാതെ എനിക്ക് ഇങ്ങനെ പാട്ട് പാടാൻ പറ്റില്ല, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ കുറച്ച് ഇതായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ബസ്സിലെല്ലാം ചോദിക്കുമ്പോ. പിന്നെ ഇങ്ങനെ കണ്ണ് ഒട്ടും കാണൂലേന്ന് ചോദിക്കും ചിലവര്. അടുത്ത ദിവസം കാണുന്നവരെന്നെ ചിലപ്പോ കുറെ നാളുകൾക്ക് ശേഷം കുറച്ച് ദിവസം കണ്ടിട്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഇവക്ക് ഒട്ടും കാണൂല അല്ലേ, ഇപ്പോഴും ശരിയാവൂല അല്ലേ അത്, അങ്ങനെ പറയും. നമ്മളൊരു സ്ലാങ് ഉണ്ടല്ലോ, ആ ഒരു ഇങ്ങനെ പറയും.
അപ്പൊ ഇപ്പൊ അത് കേട്ട് ശീലമായി. ഇപ്പൊ അത് ഒരു 2 ആഴ്ച മുമ്പ് വരെ ഞാൻ മോളെ കൈ പിടിച്ച് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ നാട്ടുകാരിലൊരു പെണ്ണുങ്ങൾ തന്നെ അറിയുന്ന ആൾക്കാർ അറിയുന്ന ആൾക്കാർ തന്നെ അവൾക്ക് ഒട്ടും കാണത്തില്ല. അപ്പൊ ഞാൻ നല്ലോണം കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ മൈൻഡ് ആക്കാതെ നടന്നു വരിക. അല്ല അത് പിന്നെ ഒരു ചോദിക്കുന്ന ഒരു ഹോബി ഒരാൾക്ക് ചുമ്മാ ഇങ്ങനെ ചോദിക്കും. അമ്മയുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സപ്പോർട്ടാ. കാരണം നമ്മുടെ കൂടെ എല്ലാത്തിനും കൂടെ വരുന്നെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ്. ശരിക്കും ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതെ അല്ലേ? ഇപ്പൊ എത്ര ആൾക്കാരുടെ കാഴ്ച കൂടെ ഉള്ളത്, നമ്മൾ കാണുന്ന എല്ലാ ആൾക്കാരുടെയും അത്രയും. ഞാൻ ഒരു കമന്റ് ബോക്സ് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് കമന്റ് ഇല്ലാത്തൊരു കമന്റ് ബോക്സ് വൃന്ദയുടെ. എല്ലാരും പ്രാർത്ഥനകളും ആശംസകളും ഐശ്വര്യങ്ങളൊക്കെയാണ് വൃന്ദക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അത് മതി അല്ലേ മുന്നോട്ട് പോകാൻ വേണ്ടി. ഏറ്റവും വലിയൊരു ഊർജ്ജമല്ലേ അത് ആൾക്കാരുടെ. അയ്യോ അങ്ങനെ ഇങ്ങനെ സപ്പോർട്ടീവായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന, അല്ലാതെ ഇങ്ങനെ സിമ്പതറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ച് അല്ല നമുക്ക് ശരിക്കും വേണ്ടത്. നമ്മളെ പോലെയുള്ളവർക്ക് ഒരു സപ്പോർട്ടാണ് വേണ്ടത്. സഹതാപം അല്ലാതെ അവരോട് ചേർത്ത് നിർത്തി അങ്ങനെ ഒരു ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ ഭിന്നശേഷി എന്ന് പറയുന്ന എല്ലാവരെയും ഞാൻ ഇതാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. കാഴ്ചയില്ല എന്ന് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ ഒരു ഇതാണ് വേണ്ടത്. അമ്മ എന്തിനാ വിഷമിക്കണേ? അമ്മ സന്തോഷ കണ്ണീരല്ലേ ഇത്? സങ്കടമല്ലല്ലോ. അല്ല അല്ലെങ്കിൽ പറയും ഞാൻ കരയിപ്പിച്ചു എന്നൊക്കെ പറയും. അമ്മക്ക് പ്രൗഡായിട്ടേ അമ്മയുടെ കണ്ണീന്ന് വെള്ളം വരുന്നു. ട്രോളല്ല, നല്ലതായിരിക്കും ആൾക്കാർ പറയുന്നത്. ഇപ്പൊ എന്തായാലും അമ്മയുടെ ഈ ഒരു സന്തോഷത്തിന് നമുക്ക് അമ്മക്ക് ഒരു പാട്ടും കൂടെ പാടിക്കൊടുത്തിട്ട് നമുക്ക് അമ്മേനെ അവിടെ ഇരുത്താം. അല്ലെങ്കിൽ അമ്മക്ക് ഭയങ്കര വിഷമാവും, കരയുന്നതൊക്കെ ക്യാമറയിൽ വരും. പൂവസന്തം പൊന്നുപൂശും പുലർക്കിനാവിൻ തൂവലാലേ അമ്പിളിപ്പൊൻ മഞ്ചമുന്നിൽ നിനക്കുമൂടാൻ പുതപ്പുനെയ്യാം. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, ഉല്ലാസം ആനന്ദം കുഞ്ഞോനേ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ. നമുക്ക് സന്തോഷായോ? സന്തോഷം. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ മോള് ജനിച്ച സമയത്ത് ഇപ്പൊ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. പക്ഷെ പിന്നെ എങ്ങനെയായിരുന്നു അപ്പൊ ചെറുപ്പകാലത്തൊക്കെ കുഞ്ഞായിരിക്കും, അതായത് നമ്മളിങ്ങനെ മുട്ടിലെഴാൻ തുടങ്ങുമ്പോഴായിരിക്കുമല്ലോ കൂടുതലും ശ്രദ്ധിക്കേണ്ടി വരുന്നത്. അപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? ഇവർക്ക് കാണാത്തോണ്ട് പക്ഷെ എവിടെയും പോകുന്നില്ല. ഒരു സ്ഥലത്ത് ഒന്നും കൊടുത്ത് ഇരുത്തിയാൽ അവിടെ ഇരിക്കും. അയ്യോടാ, ചെറുതിലെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല, കുറുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലില്ല, പാവം കുട്ടി. ഇപ്പോഴത്തെ പോലെ ചെറുപ്പത്തിൽ നീ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു എന്നൊക്കെ. പിന്നെ 3 വയസ്സാകുമ്പോ അംഗൻവാടിയിൽ കൊണ്ടുപോകും. അച്ഛൻ എങ്ങനെയാ? അപ്പം അച്ഛൻ ആക്ച്വലി കുറച്ചെടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. അച്ഛൻ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നത്? അച്ഛനും അത് നല്ല സപ്പോർട്ട് തന്നെയാണ്. പാട്ടിലായാലും പഠിത്തത്തിലായാലും നല്ല സപ്പോർട്ടാണ്. അച്ഛനും അനിയനും അത് നല്ല പാടണം അങ്ങനത്തെ തന്നെയാണ്. അങ്ങനത്തെയൊക്കെയാണ്. ഓക്കെ. ഇപ്പൊ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുവാണല്ലോ. ഇപ്പൊ വേറെന്തോ പഠിക്കുന്നില്ലേ? പാട്ട് പഠിക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഓൺലൈൻ ക്ലാസ് ഉണ്ട്. സാറ് ഗൂഗിൾ മീറ്റിൽ കൂടി എടുത്തുതരും ക്ലാസ്. പിന്നെ ഞാൻ ശനിയാഴ്ച ഈ ബ്രെയിൽ ലിപിന്റെ ഇൻസ്ട്രക്ടർ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് പഠിപ്പിക്കാൻ കുട്ടികളല്ല. അങ്ങനെ അത് വലിയൊരു കാര്യമാണ്. നമ്മൾ പഠിച്ച സ്ഥലത്ത് തന്നെ നമ്മളെ വിളിക്കുന്നത്, അംഗീകരിക്കപ്പെടുന്നത്, അതേപോലെ തന്നെ പഠിപ്പിക്കാൻ പോകുന്നതൊക്കെ വലിയ കാര്യമാണ്. ഓക്കെ. എന്തായാലും നമ്മൾ അധിക നേരം അമ്മേനെ ഇരുത്തി നമുക്ക് അമ്മേനെ വിടുന്നതിന് മുന്നേ ഒരു പാട്ടും കൂടി അമ്മയ്ക്ക് പാടിക്കൊടുക്കാം. നിലാവ് പോലൊരമ്മ കിനാവു കാണുമമ്മ സ്വന്തമെന്നോതാൻ കഴിയാത്ത ബന്ധുര ബന്ധനത്തിൽ കേഴുമമ്മ നിലാവ് പോലൊരമ്മ കിനാവു കാണുമമ്മ.
ഓക്കെ, അപ്പം അമ്മ കുറച്ച് നേരം ഇനി അവിടെ ഇരിക്കട്ടെ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് അമ്മ അവിടെ പോയിരുന്നു. ഇനി നമുക്കൊരു പാട്ടും കൂടെ കേട്ടാലോ? കേൾക്കാം. ആ, പാടിക്കാം. सांसों में तेरे सरग में है अब रात दिन, जिंदगी मेरी तो कुछ ना अब तेरे बिन, सांसों में तेरे सरग में है अब रात दिन, जिंदगी मेरी तो कुछ ना अब तेरे बिन, मेरी धड़कनों के सरगोशी तेरे धड़कनों में बजती है, मेरे जागती निगाहों में ख्वाहिश तेरी ही सजती है, मेरी ख्याल में हर पल तेरी ख्याल शामिल है, लम्हे जुदाइयों वाले मुश्किल बड़े ही मुश्किल है ओ पिया, निसा 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 धनी 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 पद 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 गम पद नि निसा pani nisa pani nisa pani nisa pani nisa gama pada ni da pada nisa gama pada ni da pada pama gama gari sa ni da nisa gama ga sa gama pada nisa gama pada ni da pada pama gama gari sa ni da nisa gama ga sa gama pada nisa 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 dhani 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 gama pada ni da pama gama pada ni da pama gama gari sa ri sa ni da nisa da dhani nisa sa ga gama ga sa ga gama ma da dhani da dhani sa ga sa ni dhani sa ni dhani da pama gama dhani sa dhani da ma gama gari sa ni dhani sa gama dhani sa ni da pama gama gari sa gama dhani sa ni da pama gama gari sa ni da dhani nisa sa ga gani nisa sa ga gama ma sa ga gama ma da ga gama ma da dhani ma da dhani nisa sa da dhani nisa sa ga. അയ്യോ, ശ്ശേ, പൊളി, അടിപൊളി. ഞാൻ ഇങ്ങനെ വാവളിച്ചിരുന്നു. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ടോ കേക്ക്? സൂപ്പർ. ശേ, ഭയങ്കര ഗൂസ് ബംസ്. ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇത് എങ്ങനെ ലിറിക്സ് ഒക്കെ പഠിക്കണോ, അല്ല ഈ സ്വരങ്ങളൊക്കെ പഠിക്കണോ? സ്വരങ്ങളൊക്കെ ഞാൻ ബ്രെയിൽ ലിപിയിൽ എഴുതിയിട്ട്. ഉഷു, കൊള്ളാട്ടോ, അടിപൊളി, സൂപ്പർബായിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം വൃന്ദ ഇന്റർവ്യൂവിന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് റെക്കമെൻഡേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഈ പാട്ടൊക്കെ മസ്റ്റായിട്ട് ഈ കുട്ടീനെ കൊണ്ട് പാടിപ്പിച്ചേ വിടാൻ പാടുള്ളൂ എന്ന് കുറച്ച് പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓ അതെയോ? ഞാൻ ആ പാട്ട് പറയട്ടെ ഏതൊക്കെയാന്ന്? പറയാം. ഫസ്റ്റ് ദൂരെ മാമ്പഴക്കൊമ്പിൽ. ദൂരെ മാമരക്കൊമ്പിൽ ഒരു താരാജാലകക്കൂട്ടിൽ ഏതോ കാർത്തികരാവിൽ മലർപ്പൂക്കും പൗർണമി വാവിൽ മഴവില്ലിൻ മംഗലശ്രീ പോലെ ഒരു പൂവൽ പൈങ്കിളി ചേക്കേറി രാഗസുമംഗലിയായി ദേവമനോഹരിയായി. നമ്മൾ ഇത്ര നേരം സംസാരിച്ചില്ലേ, നമുക്ക് വൃന്ദക്ക് ചെറിയൊരു ടാസ്ക് തരട്ടെ. പേടിക്കണ്ട, പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ടാസ്കേ ഉള്ളൂ. ഓക്കെ. ഞാൻ കുറച്ച് ഇമോഷൻസ് പറയാം. അപ്പൊ അത് പറയുമ്പോ വൃന്ദയ്ക്ക് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏത് സോങ് ആണ് ഓർമ്മ വരുന്നത് അത് ജസ്റ്റ് പാടിയാൽ മതി. സിമ്പിൾ അല്ലേ? നമുക്ക് ഹാപ്പിനെസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു സോങ്. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിനു കല്യാണം, ഓ ആലിൻ കൊമ്പത്തന്തി ഉറങ്ങണ രോലെ ഞാലിക്ക് പൂത്താലിയോ, ഓ ആറ്റിലൊളിച്ചു കളിക്കണ മീനെ കാറ്റിൽ കുറുകുഴലൂതണ കാറ്റ്, ആറ്റിലൊളിച്ചു കളിക്കണ മീനെ കാറ്റിൽ കുറുകുഴലൂതണ കാറ്റ്, കാൽത്തള കെട്ടി കൈവള ചാർത്തി കല്യാണത്തിനു കൂടേണ്ടേയോ. ഓക്കെ, നെക്സ്റ്റ് ഫ്രണ്ട്ഷിപ്പ്. മഞ്ഞിൻ കവിൽ ചേരുന്നൊരു പൊൻവേലായി മാറാം നെഞ്ചം കണി കണ്ടേ നിറയേ, മഞ്ഞിൻ കവിൽ ചേരുന്നൊരു പൊൻവേലായി മാറാം നെഞ്ചം കണി കണ്ടേ നിറയേ, കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ ചേലുള്ളവയെല്ലാം വരവാകുന്നതുപോലെ പുലരുളിയുടെ
കസവണിയണ മലരുകളുടെ രസനടനം കാറ്റാടിത്തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. ഓക്കേ, അടുത്തത് സങ്കടം. രാപ്പാടി കീഴുന്നുവോ രാപ്പൂവും വിട ചൊല്ലുന്നുവോ എൻ്റെ പുൽക്കൂട്ടിലെ കിളിക്കുഞ്ഞുറങ്ങാൻ താരാട്ടു പാടുന്നതാരോ രാപ്പാടി കീഴുന്നുവോ രാപ്പൂവും വിട ചൊല്ലുന്നുവോ. ഓക്കേ, ഇനി ലാസ്റ്റ് വൺ, ലവ് സോങ്. കാറ്റോടു മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം മായുന്ന സന്ധ്യേ നിന്നെ തേടി ഈറന്നിലാവിൻ പരാഗം എന്നെന്നും നിൻമടിയിലെ പൈതലായി നീ മൂളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഓക്കേ, കുറേ സോങ്സ് അറിയാവുന്നതുകൊണ്ട് മൈൻഡിൽ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലേ. എന്നോടൊക്കെ ചോദിച്ചാൽ ഞാൻ തപ്പിക്കളിക്കും. ഓക്കെ, നമുക്ക് ഇൻസ്റ്റ ചെക്ക് ചെയ്ത സമയത്ത് വേറൊരു വൈറൽ സോങ് കണ്ടു. അങ്ങ് വാനക്കോണിലെ. എൻ്റെ ഏറ്റവും കൂടുതൽ വൈറലായ സാധനം അത് അല്ലേ? അതിൽ ഒരുപാട് കമന്റ്സും ഒരുപാട് ഷെയർസും പോയൊരു സോങ് ആയിരുന്നു. അതെ, സുരഭി ലക്ഷ്മി ആന്റി ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടു, കുറെ സെലിബ്രിറ്റീസ് ഒക്കെ കമന്റ് ലൈക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പാടാല്ലേ. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനേ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ളോരാ ചേലൊക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ തളരാതെ ഓമൽ ചിരിയോടെ കുഞ്ചി കളിയാടി വളര് വളര്. വെറുതെ അല്ല ഇത് ഇത്ര വൈറലായത്. ഇത് വൈറലായ സമയത്ത് എന്തായിരുന്നു? ആരൊക്കെ വിളിച്ചു? ഇത് വൈറലായ സമയത്ത് ഇതെൻ്റെ ചേച്ചിയാണ് പാടാൻ പറഞ്ഞത്. ചേച്ചി ഇങ്ങനെ ARM സിനിമ റിലീസായപ്പാട് ചേച്ചി ശ്രീജിഷ്മ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി ഇങ്ങനെ പറഞ്ഞു ആ പാട്ട് നീ പാടിയിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യണം കേട്ടോ, നല്ല ഫീലായിരിക്കും എന്നിട്ട് ഞാൻ പാടി പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതും ഇതേപോലെ ഞാൻ സാധാരണ എൻ്റെ ഇൻസ്റ്റയിൽ 1 മണിക്കൂറെല്ലാം കഴിയുമ്പോഴാണ് 100 ലൈക്കെല്ലാം കംപ്ലീറ്റ് ആവല്. ഇത് ഇട്ടിട്ട് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് 400 സംതിങ് ലൈക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നല്ല വൈറലാവുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ എന്നിട്ടും പിന്നെ 3 മില്യൺ എന്തോ പോയത്. അപ്പൊ അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ ഓക്കെ, അടിപൊളി. അടുത്തത് ഈ പാട്ട് മൗന സരോവരം അല്ലേ? അതോടി കേൾക്കാം. മൗനസരോവരമാകിയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു
മായാ മൗന സരോവരമാകെ ഉണർന്നു സ്നേഹമനോരഥ വേഗമുയർന്നു. ഓക്കെ, സൂപ്പർ. ഓക്കെ, നമ്മൾ ഇന്റർവ്യൂ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് വൃന്ദയ്ക്ക് പറയാനുള്ളത്? ലൈക്ക് എന്തെങ്കിലും മോട്ടിവേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോടും അതേപോലെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇനിയും ഇപ്പോൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടും ഇതെല്ലാം സ്നേഹവും എല്ലാം ഇനി അങ്ങോട്ടും എൻ്റെ എല്ലാ വീഡിയോയ്ക്കും തരണം. പിന്നെ അത്ര തന്നെ, അതങ്ങനെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേയിട്ട് ഇഷ്ടമുള്ളൊരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുന്നേ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ആഗ്രഹിച്ച പോലെ സിനിമയിലൊക്കെ പാടി, സിനിമയിൽ പാടുന്ന ആൾക്കാരുടെ കൂടെ നിന്ന് അവാർഡൊക്കെ വാങ്ങി വലിയൊരാളായിട്ട് മാറട്ടെ. ഞാനിപ്പോൾ പാടിയ സിനിമയിലെ പാട്ടും സിനിമയും ഹിറ്റാവാൻ എല്ലാവരുടെയും പ്രേയേഴ്സൊക്കെ ഉണ്ടാവണം. ഓ, ഉറപ്പായിട്ടും ഹിറ്റാവട്ടെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു പാട്ടും കൂടെ കേട്ടിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ. ഹാരി സാരസി മാനസഹാരിണി ഹാസമലരായി വിരിഞ്ഞോള് ചേല ഹുസനുൽ ജമാലോള് ഹാല് ബദറുൽ മുനീറോനി ഘോരഘോരം സാരസാരം ധീരധീരം കൊണ്ട് പ്രേമം ആഹാ സുന്ദര പ്രപഞ്ച സത്തരാഗാലയ സത്വര പ്രവാഹമേറ്റൊരാളാണി സംഗീല പിടപ്പ് തളമേറ്റുന്നി ചന്ദിര പിറപ്പ് കാലരാത്രിയിൽ ഓള് മെലഡി മെലഡി ഓള് മെലഡി ധനി സരിഗ സരിരി ധനി സരിരി സ. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ബൈ.